ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സിമ്പിൾ കുർത്തി ഹാൻഡ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹാൻഡ് വർക്ക്. അപ്പോൾ ഇത് ഞാനൊരു 10 ഹാൻഡ് വർക്ക് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് കുർത്തിയിൽ യോക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 10 ഹാൻഡ് വർക്ക് വീഡിയോ ഒരു സീരീസ് ആയിട്ട് ഇടാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാൻ നെക്ക് മാർക്ക് ചെയ്യുവാണേ. 7 ഇഞ്ച് വിഡ്ത്തിലാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലോട്ടും 3.5 ഇഞ്ച് വിഡ്ത്തിൽ ആണ് എടുക്കുന്നത്. 3.5 ഇഞ്ച് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ ഫുട്ട് ഇതിൽ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ഫുട്ട് ഇട്ടാണ് തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഹാൻഡ് വർക്കിനോട് ചേർന്ന് തന്നെ തയ്ക്കാൻ പറ്റും. അപ്പോൾ അത് വീനെക്കായിട്ടാണ് ചെയ്യുന്നത്. വീനെക്കിൽ ഒരു ചെറിയൊരു സ്കാലപ്പ് പോലത്തെ ഡിസൈനാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് വിഡ്ത്തിൽ നിന്ന് അതിൻ്റെ മിഡിൽ പോർഷൻ നമ്മളെടുത്തു. അതിൽ നിന്ന് രണ്ട് സൈഡിലോട്ടും 3.5 ഇഞ്ച് വെച്ച്, അതായത് 7 ഇഞ്ച് അങ്ങനെയാണ് വരച്ചേക്കുന്നത്. പിന്നെ താഴോട്ട് 5.5 ഇഞ്ച്, ഇറക്കം 5.5 ഇഞ്ച്, മുകളിലത്തെ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് 5.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മിഡിൽ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഒരു വി ഷേപ്പ് ജസ്റ്റ് വരച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. താല്പര്യമുള്ളവർ, അതായത് ചെറിയ ഹാൻഡ് വർക്കൊക്കെ സ്വന്തമായിട്ട് കുർത്തിയിലൊക്കെ ചെയ്തിടണമെന്നും ആഗ്രഹമുള്ളവരൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ വരയ്ക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന പെൻസിൽ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഞാനിത് എടുത്തേക്കുന്നത് ഒരു പേപ്പറിൽ, ഒരു കട്ടിയുള്ള പേപ്പറിൽ ഒരു സ്കാലപ്പ് പോലത്തെ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അത് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ആ വീനെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് ഒരു സ്കാലപ്പ് പോലെ ഡിസൈൻ വരച്ചെടുക്കുവാണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. ഇനി നമുക്കത് റിങ്ങയിൽ ഫിക്സ് ചെയ്യാം. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സ് ചെറിയ കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ 2 ബീഡ്സുമാണ്. ഈ 2 ബീഡ്സ് മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ബീഡ്സ് ഈ സ്കാലപ്പിൻ്റെ ആ ലൈനിൽ കൂടെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് ചെയ്യുന്നത്.
ഞാനിത് ഫുള്ള് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് അത് ആ ലൈൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തി ചെയ്യാവുന്നതാണ്. ഞാനൊരു ലെയറേ ചെയ്തുള്ളൂ. 2 ലെയർ വേണമെങ്കിലും ചെയ്യാം. 2 ലെയർ ആണെങ്കിലും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഒരു ലെയറേ ചെയ്തിട്ടുള്ളേ. ഇനി അടുത്തായിട്ട് 2 ബീഡ്സ് വെച്ചിട്ട് ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. മൂന്ന് 2 ബീഡ്സ് ഒരു ട്രയാങ്കിൾ പോലെ വെച്ചിട്ടുള്ള ഡിസൈനാണ്. അതിൻ്റെ 2 സ്കാലപ്പ് ചേരുന്ന ആ എഡ്ജസില്ലേ, അവിടെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. സിമ്പിളല്ലേ? കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ഡിസൈനാണ്. ഒരു പ്ലെയിനായിട്ടുള്ള കുർത്തിയിൽ ഇത് മാത്രം ചെയ്താലും നമുക്ക് നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടും കുർത്തിക്കൊക്കെ. ഇത് തന്നെ സ്ലീവിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്കിലും സ്ലീവിലും ഇതേ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എലഗൻറ്റ് ലുക്കിലുള്ളൊരു കുർത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതല്ലേ? അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്കാലപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ തിരിച്ച് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നെക്ക് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ചിട്ട് നെക്ക് സ്കാലപ്പ് പോലെ ചെയ്തെടുത്താലും ഭംഗിയുണ്ടാവും. ഇത് ഞാൻ നേരെ തിരിച്ച് നെക്കിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ സ്കാലപ്പ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ നെക്കിലോട്ട് വരുന്ന രീതിയിലും സ്കാലപ്പ് വെച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബൈ.